ആടോ റജി, ഈ പെണ്ണിന്റെ സ്വന്തക്കാരെയും ബന്ധക്കാരെയൊക്കെ പരിചയപ്പെടുന്നു കേട്ടോ. അവസാനം ടി വി കിട്ടുമ്പോൾ അവരില്ലേ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻസ് കാശ് കിട്ടൂല. നീ ആ കുന്നം കൂടെ ചോറൊക്കെ എടുത്തോ. ഞാനിപ്പോ എല്ലാവരും വിളിക്കാം. പത്മാമേ, ജലജേച്ചി എല്ലാവരും വിളിച്ചു. ഇത് ജലജേച്ചി, പത്മാമില്ലേ പെണ്ണിന്റെ അമ്മ, പെണ്ണിന്റെ അമ്മയുടെ അനിയത്തിയ. ഞങ്ങളെല്ലാം നന്നായിട്ട് പിടിക്കണേ. ഷൈമോനെ കൂടെ കാണിച്ചെടുക്കണേ. അത് ജലജേച്ചിയുടെ ഭർത്താവാ. കേണല. ഇതാണ് പത്മാമ്മ, പെണ്ണിന്റെ അമ്മ. റജി ചായ കുടിക്കാം. വേണ്ട ചേച്ചി, അളിയൊന്നും നിന്നെ. ഇത് സജി ചേച്ചി, ഇവരുടെ അനിയത്തിയാണ്. ഇത് ചേച്ചിയുടെ ഭർത്താവ് സഹദേവനളി. ഇത് സൂര്യേച്ചി. നിനക്ക് അഡ്വാൻസ് ഒന്നില്ലേ ജയൻ ചേട്ടൻ, പുള്ളിയുടെ ഭാര്യ. അല്ല കഴിഞ്ഞില്ലേ മോനെ? പൊക്കോട്ടെ. വീഡിയോ മോനെ, എന്റെ കുറച്ച് കൂട്ടുകാർ രാത്രി വരുന്നുണ്ട്. അപ്പൊ അവര് വരുമ്പോഴേ നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ അടിച്ച് അലുവ പോലെ അങ്ങ് എടുക്കണം. ചേച്ചി പെണ്ണ് റെഡിയാ? റെഡിയായിക്കൊണ്ടിരിക്കാം, ഇപ്പൊ വിളിക്കാം. ശരിയല്ല. അല്ല, പെണ്ണിന്റെ അച്ഛനും അച്ഛന്റെ വീട്ടുകാരൊന്നുമില്ലേ? പെണ്ണിന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. പിന്നെ പെണ്ണിന്റെ അച്ഛന്റെ വീട്ടുകാരായിട്ട് ഇവരത്ര സുഖത്തിലൊന്നല്ല, ഉടക്കണം. ഒരു കൊച്ചച്ഛൻ ഉണ്ടായിരുന്നു. ദാ വരുന്ന മുതല സുഗതൻ. പന്ത്രണ്ടാക്കി വെച്ചേക്കുന്നു. ഈ അടുത്തെങ്ങാൻ ഇത്രയും കൂതറ പന്തൽ ഞാനങ്ങനെ കണ്ടിട്ടില്ല. അതെ അതെ. കുഞ്ഞപ്പാ, ഒരു മഴ അങ്ങോട്ട് പെയ്താൽ ചോരും. എന്നാ പിന്നെ മഴ പെയ്യട്ടെ, നമുക്കെന്നാ കുഞ്ഞപ്പനാണ്. കെട്ടൻ ചായ കിട്ടുമാവോ? ചീറ്റിലേടാ. അത് വല്ല നോക്കാം, അതാണ് നല്ലത്. അഞ്ജു, എന്താടി? എന്താ ഇപ്പൊ പറ്റേ? അഞ്ജു ചേച്ചി, അവക്കിഷ്ടമുണ്ടായിരുന്ന ആ പയ്യനില്ലേ, അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ടുണ്ട് പറഞ്ഞു വിട്ട്. ഇപ്പൊ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോ പറഞ്ഞതാ, അതുകൊണ്ടാ. ആണോ? സമാധാനമായി. മോളിപ്പോ ഇതിനെ ആരോടും പറയാനൊന്നും നിൽക്കണ്ട. ഇല്ല ചേച്ചി, ഇല്ല. അഞ്ജു, ഒക്കെ കഴിഞ്ഞില്ലേ? മതി, വേഗം റെഡിയാവ്. ഫോട്ടോഗ്രാഫർമാരൊക്കെ വന്നിട്ടുണ്ട്. മാമൻ എങ്ങാനും വരുമ്പോ ഇത് കണ്ട അത് മതി. മോളെ, ഇനി കുറെ പോകണ്ട. ഇത് ഞങ്ങളെ കൂട്ടം വന്നല്ലേ? വണ്ടി കൊണ്ടുവന്നു. കല്യാണ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണം. അത് ഞങ്ങൾ ഈ കോഴിക്കോട്ടുകാരുടെ ഒരു രീതിയാ. ഈ നാട്ടിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ രീതി മാറ്റാൻ പറ്റുമോ? അല്ലേ സുനിയെ? അതെ അതെ, പുള്ളി ഇവിടുത്തുകാരനൊന്നുമില്ല. പെണ്ണും കെട്ടിയൊന്നും ഇവിടെ കൂടിയതാ. സെലിബ്രേഷൻ ആണല്ലേ? അതെ, ആശാനെ പറ്റി ശരിക്കും അന്വേഷിച്ചായിരുന്നാ? എനിക്കറിയാൻ പാടില്ല, ഇതൊക്കെ റെജിയുടെ ഏർപ്പാട്. ആശാനെ, നമ്മുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കണകുണ പരിപാടിയായി പോട്ടോ. എന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ കലവറയിൽ അത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒറ്റ കുട്ടി അവിടെ കയറിപ്പോയത്. കേറി കഴിഞ്ഞ എന്റെ സ്വഭാവം മാറും പറഞ്ഞു നിൽക്കാം. ഇതുപോലെ സുനി മതി ആശാനെ. ആശാന്റെ ഫുഡ് അടിപൊളിയാ. ആശാൻ പറഞ്ഞ കേട്ടല്ല, ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്നാ സദ്യ മൊത്തം ഞങ്ങൾ കൊളാക്കി കളി. അങ്ങനെ നമ്മൾ എത്രയോ കൊളാക്കിണ്ട് അല്ലേ? പിന്നല്ലാതെ ഇതും കൊളാക്കും. അതെ, തിരുവട്ടുണ്ടാ.